ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക എരിശ്ശേരിയാണ്. ചക്ക എരിശ്ശേരിക്ക് ഞാൻ ചക്കച്ചുള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ സാധാരണ ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊക്കെ ഈ ഫെബ്രുവരിയിലാണ് ചക്ക തിരി വിരിയുന്നത്. ഇപ്രാവശ്യം എന്താണോ ഡിസംബറിൽ എൻ്റെ പ്ലാവിൽ ചക്ക വരും. അതുകൊണ്ട് ഇപ്പം എനിക്ക് ചക്ക ഒരെണ്ണം മൂത്ത് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്, കോട്ടയം സ്റ്റൈൽ എരിശ്ശേരി. അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് വൻപയർ വേവിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയും കൂടി ഇതിൻ്റെ കൂടി ഇട്ടൊന്ന് വേവിക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഒന്നുകൂടി ഇടുകയാണ്. നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അതിൻ്റെ കൂടെ ചക്കയും ഇടുകയാണ്. എന്നിട്ട് കുറച്ചുപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നാട്ടിലെല്ലാം ചക്ക കിട്ടുന്ന സമയമല്ലേ, അതുമല്ല വിഷുവാണ് വരുന്നത്. എല്ലാവരും ഈ എരിശ്ശേരി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി കുറച്ച് ജീരകം, ചെറുജീരകം, 2 പച്ചമുളക്, കുറച്ച് ചുമന്നുള്ളി, 2 വെളുത്തുള്ളി. വൻപയർ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക. 2-3 കുരുമുളക്, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ഒത്തിരി നൈസായിട്ട് അരിയേണ്ട, തരിതരിപ്പിൽ അരിഞ്ഞ് എടുക്കട്ടെ. അരച്ചെടുക്കട്ടെ. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നമുക്കൊന്ന് തുറന്നു നോക്കാം. ചക്കയും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് നന്നായിട്ടിത് ഉടയ്ക്കണം. ചട്ടത്തവി എടുക്കട്ടെ. നന്നായിട്ട് എടുക്കണം. നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ല, നമ്മൾ നേരത്തെ കാണിച്ച അരയ്ക്കാൻ എടുത്തിരുന്ന സാധനമില്ല, അതെല്ലാം കൂടി ഞാൻ അരച്ച് വെച്ചിരുന്നു. അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് കഴുകി അടുപ്പ് കത്തിച്ച് ചൂടാകട്ടെ. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാലും കുഴപ്പമില്ല. ചൂടാകട്ടെ. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കടുകൊക്കെ വറുത്തെടുക്കണം. കുറച്ച് തേങ്ങ, കറിവേപ്പില, കുറച്ച് കടുകും വറ്റൽമുളകും ഒക്കെ കൂടി വറുത്ത് എണ്ണയിൽ വറുത്ത് ഇടണം. അതുപോലെ കുറച്ച് തേങ്ങായും വറുത്തിടണം. അതുപോലെ തന്നെ കുറച്ച് അരിയും ഇതിൻ്റെ കൂടെ വറുത്തിടണം. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ അരി വറുക്കാൻ പോവാണേ.
ഇതൊന്ന് കഴുകി വെച്ചിരുന്നായിരുന്നു കേട്ടോ, നേരത്തെ കഴുകി വെച്ചിട്ട്. പൊട്ടാൻ തുടങ്ങിയിട്ട് കുറവാന്ന് കടുക് കൂട്ടുന്നു പറഞ്ഞു. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരി വറുത്തു, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ദീർഘയുടെ ഇതിലേക്ക് ഇടുകയാണ്. നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. ഇവിടെ തണുപ്പായ കാരണം എൻ്റെ ഉപ്പിയൊക്കെ ഈ അടുപ്പിനടുത്ത് വെക്കുവേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എണ്ണയെല്ലാം ഉറങ്ങിയിരിക്കും. അത് ലൂസാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നത്, ഇങ്ങനെ അടുപ്പിനടുത്ത് വെച്ചേക്കും. അപ്പം ചിലപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കിന് കുപ്പിയൊക്കെ ഒരുമാതിരി ഇതാണ്. കുറച്ച് കടുക് ഇടുകയാണ്. എണ്ണയിലായി കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. രണ്ട് മുളക്, വറ്റൽമുളക് മുറിച്ച് വെച്ചിരുന്നു, അതും ഇട്ടു. നോക്കട്ടെ, ഉള്ളിയൊക്കെ മൂത്തു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാവേ. എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി വറക്കാൻ ശരിക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വറുത്ത ഇതിലേക്ക് എടുക്കാം. അതിലൂടെ ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ ഉള്ളതാണ്. എനിക്ക് കറിവേപ്പില കണ്ടാൽ പ്രാന്താണ്. എല്ലാത്തിലും നിറച്ച് കറിവേപ്പില. തേങ്ങ ഒരുമാതിരി ഒരു ബ്രൗൺ കളറാകണം. ഒത്തിരി ഡാർക്ക് ബ്രൗൺ അല്ല, എന്നാലും ഒരുമാതിരി നമ്മൾ സമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കൂലേ, അതേ ഒരിതിൽ വരണം. തേങ്ങ ഒക്കെ ചുമന്ന് വരുന്നുണ്ട്. ഇത്തിരി നോക്കണത്. ഇനി സ്റ്റൗ ഓഫാക്കി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിശ്ശേരിയിലേക്ക് ആദ്യം അരിയുടെ ഇതിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ വറുത്തത് ഇടണം. തേങ്ങ വറുത്തതിട്ടു. ഇനി നമുക്ക് കടുക് വറുത്ത് വെച്ചിട്ടില്ല, കടുകും ചെറിയ ഉള്ളിയെല്ലാം കൂടി, അതെല്ലാം കൂടി ഇടുക. അങ്ങനെ നമ്മുടെ എറിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വിഷുവിന് ഉണ്ടാക്കണം എല്ലാവരും. ഇത് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എറിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇത്. വിഷുവിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.